പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിനു പിന്നിൽ പോലീസാണെന്ന ആരോപണം. അഭിലാഷ് ഡേവിഡ് എന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ് തന്നെ ലാത്തി കൊണ്ടടിച്ചതെന്ന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് എംപി പറഞ്ഞു. നിയമം നടപ്പിലാക്കേണ്ട പോലീസ് നിയമം കയ്യിലെടുക്കുന്ന സംഭവങ്ങൾ നമുക്ക് പുത്തരിയല്ല. ഇതൊക്കെ ജോലിക്കിടയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് പോലീസിന്റെ യഥാർത്ഥ ജോലി? എന്താണ് ക്രിമിനൽ പോലീസിംഗ്? മനസാക്ഷിയെ മരവിപ്പിച്ച ക്രിമിനൽ പോലീസിംഗ് സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഇക്കാര്യത്തിൽ കോടതി നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇതിന് പ്രതിവിധി? ഇക്കാര്യങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു ദി ഒപ്പീനിയൻ. ലെറ്റ്സ് ബി ഇൻഫോംഡ് ബിഫോർ വി ഡിബേറ്റ്. എന്താണ് പോലീസിന്റെ യഥാർത്ഥ ജോലി? കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ക്രമസമാധാനം നിലനിർത്തലാണ്. പൊതുയോഗങ്ങൾ, പ്രതിഷേധങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയിൽ സുരക്ഷ ഉറപ്പാക്കൽ, കലാപങ്ങൾ, സംഘർഷങ്ങൾ എന്നിവ തടയൽ, അടിയന്തര സാഹചര്യങ്ങൾ, തൽക്ഷണ ഇടപെടൽ എന്നിവ ഇതിലുൾപ്പെടുന്നു. രണ്ടാമത്തേത് കുറ്റാന്വേഷണവും നിയമ നടപടികളുമാണ്. കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് തെളിവുകൾ ശേഖരിക്കൽ, പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കൽ, FIR രജിസ്റ്റർ ചെയ്യൽ, ചാർജ് ഷീറ്റുകൾ സമർപ്പിക്കൽ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. അടുത്തത് പൗരന്മാരുടെ സംരക്ഷണമാണ്. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ എന്നിവർക്കുള്ള പ്രത്യേക സംരക്ഷണ സംവിധാനം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം, SOS ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ വഴി അടിയന്തര സഹായം തുടങ്ങിയവ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. മറ്റൊന്ന് ട്രാഫിക് നിയന്ത്രണവും റോഡ് സുരക്ഷയുമാണ്. വാഹന പരിശോധന, ലൈസൻസ് പരിശോധന, അപകടങ്ങൾ തടയാനുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ, റോഡ് സുരക്ഷാ ബോധവൽക്കരണം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. മറ്റൊന്ന് സൈബർ സുരക്ഷയും ഡിജിറ്റൽ കുറ്റാന്വേഷണവുമാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കൽ, ഓൺലൈൻ തട്ടിപ്പുകൾ, ഹാക്കിംഗ്, ഡാറ്റ ചോർത്തൽ എന്നിവ തടയൽ, സൈബർ സെല്ലുകൾ വഴി വിദഗ്ധ പരിശോധന തുടങ്ങിയവയാണ് ഇതിൽപ്പെടുന്നത്. പൊതുജന ബന്ധവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമാണ് മറ്റൊരു ചുമതല. സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ എന്നിവയിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, ജനമൈത്രി പോലീസ് പദ്ധതികൾ, RTI നിയമാവകാശ ബോധവൽക്കരണം തുടങ്ങിയവ ഇവയിൽപ്പെടുന്നു. പ്രത്യേകം ചുമതലകളുള്ള ചില സ്പെഷ്യൽ വിഭാഗങ്ങളും കേരള പോലീസിനു കീഴിലുണ്ട്. ഇതിൽ ക്രൈം ബ്രാഞ്ച് ഗുരുതര കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, കൊലപാതകങ്ങൾ തുടങ്ങിയവ അന്വേഷിക്കുന്നു. ഡിജിറ്റൽ കുറ്റാന്വേഷണം, സൈബർ തട്ടിപ്പുകൾ തുടങ്ങിയവയുടെ ചുമതല സൈബർ സെൽ വിഭാഗത്തിനാണ്. സ്ത്രീ സുരക്ഷ, പോക്സോ കേസുകൾ തുടങ്ങിയവ വനിതാ സെല്ലിനു കീഴിൽ വരുന്നു. രഹസ്യാന്വേഷണം, സുരക്ഷാ വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SSBക്കു കീഴിലാണ്. കുറ്റകൃത്യ വിവരശേഖരണം, ഡാറ്റാബേസ് പരിപാലനം തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ചെയ്യുന്നു. മൃദുഭാവേ ദൃഢകൃത്യേ, മൃദുവായ പെരുമാറ്റം, ദൃഢമായ പ്രവർത്തനം എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. എന്താണ് ക്രിമിനൽ പോലീസിംഗ്? നീതിയും നിയമവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സേനയാണ് കേരള പോലീസ്. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യം പോലെ അവർ ജനങ്ങളോട് സൗമ്യതയും കുറ്റവാളികളോട് കാർക്കശ്യവും കാണിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഒരു സാധാരണ പൗരന് ആശ്രയമായി കാണേണ്ട ഇടമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രതീക്ഷകൾക്ക് വിപരീതമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും നിയമലംഘനങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിയമം നടപ്പാക്കേണ്ടവർ തന്നെ ക്രിമിനൽ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഈ അവസ്ഥയെയാണ് ക്രിമിനൽ പോലീസിംഗ് എന്ന് വിളിക്കുന്നത്. കസ്റ്റഡി മർദ്ദനം, അന്യായ അറസ്റ്റ്, ഭീഷണി, പീഡനം, തെളിവുകൾ നശിപ്പിക്കൽ തുടങ്ങിയവ ക്രിമിനൽ പോലീസിംഗിന്റെ വിവിധ രൂപങ്ങളാണ്. ഇത്തരം ക്രിമിനൽ പോലീസിംഗ് സംഭവങ്ങൾ ഒട്ടനവധിയുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഉറക്കം കെടുത്തിയ നിരവധി കറുത്ത ഏടുകൾ നമ്മുടെ മുന്നിലുണ്ട്. 1970 നക്സൽ വർഗീസ് വധം. നക്സലൈറ്റ് നേതാവായിരുന്ന വർഗീസിനെ വയനാട്ടിലെ തിരുനെല്ലി വനത്തിൽ വെച്ച് പോലീസ് വെടിവെച്ചു കൊന്നു. ഇത് ഒരു ഫേക്ക് എൻകൗണ്ടർ അഥവാ ഒരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന രാമചന്ദ്രൻ നായർ വർഗീസിനെ വെടിവെച്ചു കൊന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. 1976 രാജൻ കേസ്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലഘട്ടം.
കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു പി രാജൻ. നക്സലൈറ്റ് ബന്ധം ആരോപിച്ച് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. കക്കയം ക്യാമ്പിൽ വെച്ച് ഉരുട്ടൽ എന്ന ക്രൂരമായ മർദ്ദനമുറയ്ക്ക് രാജൻ ഇരയായി അതിക്രൂരമായി കൊല്ലപ്പെട്ടു. മൃതദേഹം പോലും കിട്ടാതെ പോയ മകനുവേണ്ടി അച്ഛൻ TV ഈച്ചരവാര്യർ നടത്തിയ പോരാട്ടം കേരളത്തിലെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെയുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട നിയമയുദ്ധമായിരുന്നു. 2005 ഉദയകുമാർ കേസ്. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാർ മരിച്ചത് പോലീസ് മർദ്ദനത്തെ തുടർന്നാണെന്ന് കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഉരുട്ടിയതുൾപ്പെടെ 22 ഗുരുതര പരിക്കുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇത് വലിയ ജനരോഷത്തിന് വഴിവെക്കുകയും നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും കോടതി ഇടപെടലുകൾക്കും ഇടയാക്കുകയും ചെയ്തു. 2018 ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം. വാരാപ്പുഴയിൽ കസ്റ്റഡിയിലെടുത്ത ശ്രീജിത്ത് എന്ന യുവാവ് പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരിച്ചു. അയൽവാസിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ശ്രീജിത്തിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനമേറ്റു. കസ്റ്റഡിയിലെടുത്തത് നിയമവിരുദ്ധമായിട്ടായിരുന്നു എന്നും പിന്നീട് ആരോപണമുയർന്നു. ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കാണ് മരണകാരണം. ഈ കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയുണ്ടായി. 2019 നെടുങ്കണ്ടം കസ്റ്റഡി മരണം. വാഗമൺ സ്വദേശി രാജ്കുമാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 72 മണിക്കൂറിലധികം അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ച് കഠിനമായി മർദ്ദിക്കപ്പെട്ടതിനെ തുടർന്ന് പീരുമേട് ജയിലിൽ മരണം സംഭവിച്ചു. 2021 മോഫിയ പർവീൺ ആത്മഹത്യാ കേസിൽ ആലുവ CIക്കെതിരെയുണ്ടായ ആരോപണം. ഗാർഹിക പീഡനത്തെ തുടർന്ന് LLB വിദ്യാർത്ഥിനിയായ മോഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ ആലുവ CIക്കെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ടായിരുന്നു. കേസ് സംബന്ധിച്ച ചർച്ചയ്ക്കിടെ CI മോശമായി പെരുമാറി എന്നായിരുന്നു പ്രധാന ആരോപണം. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിരുന്നു. 2023 പീച്ചി പോലീസ് സ്റ്റേഷൻ കസ്റ്റഡി മർദ്ദനവും ഭീഷണിയും. ഹോട്ടൽ ജീവനക്കാരായ റോണിയെയും ലിബിനെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് SHO മർദ്ദിച്ചു. പോക്സോ കൊലപാതക ശ്രമം പോലുള്ള ഗുരുതര കുറ്റങ്ങൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയതായി ആരോപിക്കപ്പെടുന്നു. പിന്നീട് RTI വഴി CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേസ് മുഖ്യമന്ത്രിക്കും DGPക്കും കൈമാറിയെങ്കിലും പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. 2023 തന്നെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റു. കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവം വലിയ ജനക്ഷോഭമുണ്ടാക്കി. 2025 കൊല്ലത്ത് CPM നേതാവിന് നേരെ പോലീസ് മർദ്ദനമുണ്ടായി. ഇത്തരം സംഭവങ്ങൾ കേരള പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെയും മനുഷ്യാവകാശ സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധതയെയും കുറിച്ച് പൊതുസമൂഹത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതോടെ പോലീസ് സേനയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കോടതി നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കേരള ഹൈക്കോടതി പല തവണ നിയമം കയ്യിലെടുക്കുന്ന പോലീസുകാരുടെ നടപടികളിൽ ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മർദ്ദനം, ഭീഷണി, അധികാര ദുരുപയോഗം തുടങ്ങിയവ പോലീസിന്റെ ഔദ്യോഗിക ചുമതലയിൽ പെടുന്നില്ല. CRPC സെക്ഷൻ 197 പ്രകാരമുള്ള സംരക്ഷണം ഇത്തരത്തിലുള്ള അന്യായ പ്രവർത്തനങ്ങൾക്ക് ബാധകമല്ല. കോടതിയുടെ പരിസരത്ത് പോലീസ് നടപടികൾക്ക് മുൻകൂട്ടി അനുമതി വേണം. പൗരാവകാശം, മാന്യത, നിയമബോധം ഇത് മൂന്നും പോലീസ് സേന നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുടെ ക്രിമിനൽ പെരുമാറ്റങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 2023 ജനുവരിയിൽ കേരള സർക്കാരും പോലീസ് വകുപ്പും പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 6 വർഷത്തിനിടെ, അതായത് ഏകദേശം 2017 മുതൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാരുടെ എണ്ണം 828 ആണെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇതിൽ പോക്സോ കേസുകളിൽ ഉൾപ്പെട്ടവരും വധശ്രമം, മോഷണം, മദ്യപിച്ച് ബഹളം വയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമം തുടങ്ങിയ കേസുകളിൽ പ്രതികളായവരും ഉൾപ്പെടുന്നു. ആകെ പോലീസ് സേനയുടെ 2% ഉദ്യോഗസ്ഥർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഗുരുതര ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 58 പേരെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങി. 2016 മുതൽ 13 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. 2021 നവംബറിലെ കണക്കനുസരിച്ച് ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 744 ആയിരുന്നു. ഇവരിൽ 18 പേരെ മാത്രമാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ വരുന്ന കേസുകളിൽ 50% പോലീസിനെതിരായ പരാതികളാണ്. അപമര്യാദയായ പെരുമാറ്റം, മർദ്ദനം, കേസെടുക്കാതിരിക്കൽ, കൈക്കൂലി ആവശ്യപ്പെടൽ തുടങ്ങിയ പരാതികളാണ് ഇവയിൽ കൂടുതലും. 2016-18 കാലയളവിൽ ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിൽ 10 പോലീസുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതേ കാലയളവിൽ പൊതുജനങ്ങളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ 26 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും പോലീസ് സേനയിലെ ചിലരുടെ ക്രിമിനൽ പോലീസിംഗ് അഥവാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കസ്റ്റഡി മർദ്ദനം, വ്യാജ ഏറ്റുമുട്ടൽ, കള്ളക്കേസിൽ കുടുക്കൽ തുടങ്ങിയ അതിക്രമങ്ങൾ എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. നിയമം സംരക്ഷിക്കേണ്ട പോലീസ് നിയമം കയ്യിലെടുക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്ന പ്രവണതയാണ്. പോലീസ് സേന നിയമത്തിന്റെ കാവൽക്കാരാണ്, തീരുമാനമെടുക്കുന്നവരോ ശിക്ഷ വിധിക്കുന്നവരോ അല്ല. പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഉത്തരവാദിത്തപരമായ പോലീസിംഗ് ആവശ്യമാണ്. ഭരണത്തിലിരിക്കുന്നവർക്ക് രാഷ്ട്രീയപരമായ ഇച്ഛാശക്തി ഉണ്ടാവുകയും നിയമ നടപടികൾ ശക്തമാവുകയും ചെയ്താലേ ഭരണകക്ഷിക്ക് അതീതമായി പോലീസിനെ ജനസൗഹൃദമാക്കാൻ കഴിയൂ. That's it for today. Thank you for watching.